സൂപ്പർ സ്ട്രാറ്റജി അപ്പോ. പക്ഷെ കുട്ടി നന്നായി ഫോൺ ചെയ്യാൻ പറ്റട്ടെ. ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.
ഇംപ്രൂവൈസേഷൻ റൗണ്ടിൽ കൊണ്ടുവന്ന പാട്ട് കാറ്റൽ മൊഴി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എപ്പോഴും ഇദ്ദേഹത്തിന്റെ പാട്ടിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട് വേറെ ഏത് മ്യൂസിക്കാരനെക്കാളും. കാരണം വേറെ ഒന്നല്ല, എന്റെ ഒരു ഗുരുവും കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ട് കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമുണ്ട്. എനിക്ക് മോള് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. മോളുടെ പാട്ടില് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കുറെ ഇംപ്രൂവൈസേഷൻസ് ഉണ്ടായിരുന്നു. അത് മോള് വളരെയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആകെ അതിലുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ടെമ്പോയില് ഇംപ്രൂവൈസ് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ വേറെ ടെമ്പോയില് ആ ഇംപ്രൂവൈസേഷൻസ് പ്രസന്റ് ചെയ്യുമ്പോൾ എഫക്റ്റ് രണ്ടായിരിക്കും. മോള് പാടി ഇംപ്രൂവൈസേഷൻ നോട്ട്സ് എല്ലാം വളരെ ട്രിക്കിയും വളരെ ഇന്റലക്ച്വലും അത്യാവശ്യം സ്റ്റഫുള്ള ഒരാൾക്ക് മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇംപ്രൂവൈസേഷൻസ് ആയിരുന്നു. പക്ഷെ ആ ഇംപ്രൂവൈസേഷൻസ് ഒരു പൊട്ടിക്ക് സ്പീഡ് കുറവായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ലയിച്ച് കേൾക്കാൻ പറ്റിയേ. പലപ്പോഴും നമ്മളിപ്പോ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്തും ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോ ഒറിജിനൽ ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ എത്തുന്നതിന് മുമ്പേ വെറുതെ മോളിൽ നടക്കുമ്പോൾ പല പല നല്ല സാധനങ്ങൾ വരും. ഈ നല്ല സംഗതികളൊക്കെ ഞാൻ ചിലപ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടി ഫോണിലൊന്ന് മോളിൽ ഇട്ടേക്കും. പക്ഷെ ഞാൻ അപ്പൊ ആ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഒറിജിനൽ ടെമ്പോ ഇല്ലാത്ത സമയത്ത് എനിക്ക് തോന്നിയ പല ചിന്തകൾ ആക്ച്വൽ പാട്ടിന്റെ ടെമ്പോയിൽ വരുമ്പോൾ ഒന്നും തന്നെ ചിലപ്പോൾ സ്വീറ്റ് ആയിരിക്കില്ല, റഷിംഗ് ആയിരിക്കും. അപ്പൊ ആഗ്രഹം മനസ്സിലുണ്ട്, പക്ഷെ അത് ഈ പാട്ടിന്റെ ഈ ടെമ്പോയിൽ പറ്റില്ല എന്ന് വരുന്നൊരു സിറ്റുവേഷൻ ആണ് മോഡേൺ ഇംപ്രൂവൈസേഷൻ. ചിലതൊക്കെ അമേസിംഗ് ആയത് ഒരു സംശയമില്ല. ആ അമേസിംഗ് ആയ ഇംപ്രൂവൈസേഷൻസിന് പ്രത്യേകിച്ച് ഒരു കഴിവ്. എനിവേസ് അത് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ വേണം നല്ല കഴിവ്. ആ കഴിവ് മോൾ കൊണ്ടുവന്ന് പലപ്പോഴായിട്ട് ഇവിടെ തെളിയിച്ച സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിട്ടുന്നേ ഉള്ളൂ. അത് നെക്സ്റ്റ് ടൈം മോളത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ ഒറിജിനൽ ടെമ്പോയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ മോൾ എല്ലാ രീതിയിലും ഈ പാട്ടിനോട് ജസ്റ്റിഫൈഡ് ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. ഗുഡ്. പിന്നെ വേറൊരു കാര്യം, ഈ പാട്ടിന്റെ ഒറിജിനൽ അറേഞ്ച്മെന്റ്സിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷൻ ആണ് ഇവിടെ കേട്ടത്. അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതിന്റെ തേർഡ് ബിജിഎമ്മിലുള്ള ഫ്ലൂട്ട് പീസ് അദ്ദേഹത്തിന് ഫേവറേറ്റ് സോങ് ആണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നല്ല ഒരു ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. ആൻഡ് പൊതുവെ ഇംപ്രൂവൈസേഷൻ റൗണ്ടിൽ നമ്മളൊരു സോങ് എടുത്ത് പാടുമ്പോൾ ചിലപ്പം ഇംപ്രൂവൈസേഷൻ കൊണ്ട് അതിന്റെ ഭംഗി കുറയാൻ ചിലൊരു സാധ്യത ഉണ്ട്. പക്ഷെ ഇതില് ആ സോങ്ങിന്റെ ബ്യൂട്ടിക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. ബാക്കി പൂവിൻ മൊഴി ഇന്ന് മാറ്റി പാടുന്നതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. റിയലി നന്നായി ഇഷ്ടപ്പെട്ടു. താങ്ക് യു വർഷ. ഓൾ ദി ബെസ്റ്റ്. ഈ പാട്ട് എല്ലാവരെ പോലെ തന്നെ എന്റെയും വളരെ ഫേവറേറ്റ് ആയിട്ടൊരു സോങ് ആണ്. അതിന്റെ ഇംപ്രൂവൈസേഷൻ നന്നായിട്ട്, വളരെ നന്നായിട്ട് ആ ലയത്തോട് കൂടിയിട്ട് പാടി ഫലിപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ടു. അതിനേക്കാളുപരി ഒരു എപ്പോഴും നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമ്മുടെ ഓർക്കസ്ട്ര നമ്മളെ ചിലപ്പോൾ നമ്മുടെ ടാലന്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യും. ഈ ഒരു പാട്ടിലേക്ക് ഈ ഒരു ഓർക്കസ്ട്ര ടീം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദീപകേട്ടൻ പറഞ്ഞ പോലെ ആ ഫ്ലൂട്ട് ബീറ്റ് ആയാലും വളരെ അമേസിംഗ് ആയിരുന്നു ആ ബീറ്റ്. അപ്പൊ അത് അതിപ്പോ നമ്മളുടെ കൂടെ ഉള്ള എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ശരിക്കും വർഷയ്ക്ക് ഈ പാട്ടിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ പ്രസന്റേഷൻ നന്നായിരുന്നു. നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മൂന്നാം സമ്മാനം നേടുന്ന